ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമാണ്. വിനോദസഞ്ചാരികൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന ഒരു ആഡംബര ബോട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും ഇന്ന് നമുക്ക് പോയാലോ. മസ്കറ്റിലെ എയർപോർട്ടിൽ നിന്നും 62 കിലോമീറ്റർ അകലെ ബന്ദർ അൽ ഖൈറാൻ എന്ന മനോഹരമായ കടലിടുക്കുകളോട് കൂടിയ ഈ പ്രദേശത്താണ് ഇന്ന് ഈ ബോട്ട് നങ്കൂരമിട്ടിരിക്കുന്നത്. മലകളാൽ ചുറ്റപ്പെട്ട ഇവിടുത്തെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. മലകളുടെ ഇടയിലായതിനാൽ ഈ കടലിൽ തിരമാലകൾ വളരെ കുറവാണ്. ആഴം കുറവായതിനാൽ ആ വലിയ ബോട്ടിന് കരയിലേക്ക് വരാൻ പറ്റാത്തതിനാൽ ചെറിയ ബോട്ടിലാണ് അതിലേക്ക് ഞാൻ പോകുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ 4 നിലകളിലായിട്ട് അതിവിശാലമായ ഒരു സെറ്റപ്പ് തന്നെ അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ ബോട്ടിൻ്റെ അകത്തോട്ട് കയറി അതിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. ആദ്യം ഏറ്റവും മുകളിലത്തെ തട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ 16 പേർക്ക് അതിവിശാലമായിട്ടിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലൈവായിട്ട് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെയാണ് ഇന്ന് ഞാൻ എൻ്റെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത്. 18ഓളം പേര് ഇന്ന് എനിക്ക് ഗസ്റ്റായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു പ്രത്യേക ബാർബിക്യൂ ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. അത് പിന്നെ ഈ ബോട്ട് കണ്ടതിന് ശേഷം നമുക്കതിലേക്ക് വരാം. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള നിലയിലേക്ക് ഇറങ്ങാം. അവിടെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിള് നമുക്ക് കാണാം. അതിമനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം. അവിടെ അടിപൊളി ഒരു വിശ്രമമുറി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെ ക്യാപ്റ്റൻ്റെ റൂമാണ്. ഇനി നമുക്കതിൻ്റെ തൊട്ട് താഴെയുള്ള തട്ടിലേക്ക് ഇറങ്ങാം. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നോക്കുക, നല്ല അടിപൊളി ഒരു ഡൈനിങ് ടേബിള്. എന്തോ ഗ്ലേസിങ് ആണെന്ന് നോക്കി. അതിൻ്റെ ഇരിപ്പിടവും ബാക്കി എല്ലാ സൗകര്യങ്ങളും അവിടെ പുറത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറാം. ഓ, എന്തോ വിശാലമായ ഒരു ഹോളാണിത്. അടിപൊളി. ഇവിടെയും 10 പേർക്ക്
സൗകര്യമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടൊരു നല്ല ഒരു ഡൈനിങ് ടേബിൾ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറത്തോട്ടൊന്ന് കടന്ന് നോക്കിയാലോ. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സെറ്റപ്പ് നോക്കുക, എന്താ അടിപൊളിയാന്ന് നോക്കിയേ. ഇതാണ് ഈ ബോട്ടിലെ ഏറ്റവും മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഈ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ബാക്കി ബെഡ്റൂമുകളെല്ലാം ഇതിൻ്റെ താഴത്തെ നിലയിലാണ്. ആ നിലയിലാണ് 8ഓളം ബെഡ്റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ബെഡ്റൂമിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സിങ് ആൻഡ് ടോയ്ലറ്റ്, കുളിമുറി എല്ലാ സംവിധാനങ്ങളുമാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം ഒന്ന് കണ്ടിട്ട് താഴത്തെ തട്ടിലേക്ക് പോയാലോ. കയാക്കിങ്ങിനും കടലിലെ മറ്റെല്ലാ വിനോദങ്ങൾക്കുമുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ തട്ടിലേക്ക് പോകാം. അവിടെയാണ് ബെഡ്റൂമുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. 2 പേർക്ക് ഒരുമിച്ച് കിടക്കാവുന്നതും ട്വിൻ ബെഡ്റൂമുകളുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 8ഓളം ബെഡ്റൂമുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോന്നിനും അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ കുളിമുറിയും സംവിധാനങ്ങളും എല്ലാം അതിനോട് കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള കിച്ചണും ഈ തട്ടിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ.
നല്ല ഫ്രഷ് ഇറച്ചി കൊണ്ടുണ്ടാക്കിയ ബർഗറാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള റെസിപ്പി ഒന്നും പിടിക്കാനായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് സമയം ലഭിച്ചിട്ടില്ല. ഇത് ഹലോമി ചീസാണ്. ഇതിങ്ങനെ അങ്ങോട്ട് ഗ്രില്ല് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ബോട്ടിലെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് നല്ലവരായ സഹപ്രവർത്തകരോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഇന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം.